ഈ ബിദ്അത്ത് അത് മൗലിദാഘോഷവും മദ്ഹ് പാട്ടും വാഴ്ത്തിപ്പാടലും ഒക്കെ അതിരുവിട്ട് പിന്നെ എവിടെ എത്തി? പിന്നെ ശിർക്കിലേക്ക് എത്തി. അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട ചോദ്യം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന അവസ്ഥയിലെത്തി. അത് അശ്റഖ ബൈത്ത് ചൊല്ലുകയാണ് ആളുകൾ. അബ്ദുകൽ മിസ്കീൻ യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീർ ഫീക ഖദ് അഹ്സൻതു ظني യാ ബശീർ യാ നദീർ ഫഅഗ്ഹിസ്നി വഅജിർനി യാ മുജീർ മിന السعير യാ ഗിയാസി യാ മലാദി ഫീ മുലിമ്മാത്തിൽ ഉമൂരി. സഹോദരങ്ങളെ, ആരോടാണ് ഈ തേടുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് പറയുകയാണ്, നബി അങ്ങയുടെ അടിമ ഇതാ വന്നിരിക്കുന്നു, അങ്ങയുടെ ഔദാര്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നബിയെ താങ്കളെ കുറിച്ചുള്ള എന്റെ വിചാരം ഞാൻ നന്നാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഫാഹിസ്നി എന്നെ സഹായിക്കണേ, വഅജിർനി എന്നെ കാക്കണമേ, യാ മുജീറു മിനസ് സഈരി നരകത്തിൽ നിന്ന് കാക്കുന്ന നബിയെ, യാ ഗിയാതി യാ മലാദി എന്റെ സഹായമേ, എന്റെ അവലംബമേ, ഫീ മുലിമ്മാത്തിൽ ഉമൂരി പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രയാസഘട്ടങ്ങളിൽ എന്റെ അഭയകേന്ദ്രമേ. സഹോദരങ്ങളെ, ഖുർആൻ പഠിച്ച മുഅ്മിനീങ്ങളെ, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഓരോ സംസ്കാരത്തിലും മുസ്ലിമീങ്ങൾ പാരായണം ചെയ്യും. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഖുർആനിലെ അവസാനത്തെ മുസഫിലെ സൂറത്ത് എടുത്തു നോക്ക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, റബ്ബിനോട്, ജനങ്ങളുടെ മുഴുവൻ റബ്ബിനോട് ഞാൻ കാവൽ തേടുന്നു. ഇവിടെ ആരോടാണ് തേടുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോട്. നബി ഇത് അനുവദിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടുണ്ടോ? ഖുർആനിൽ എവിടെയെങ്കിലും ഒരായത്ത് നിങ്ങൾ കാണിച്ചു തരൂ. നബിയോടുള്ള എന്തെല്ലാം മര്യാദകൾ ഖുർആനിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ അനുസരിക്കണം, നബിയെ ബഹുമാനിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം, നബിയോട് മര്യാദയുള്ള വാക്കുകൾ പറയണം, തമ്മിൽ വിളിക്കുന്ന പേര് പോലെ നബിയെ പേര് വിളിക്കരുത് എന്നെല്ലാം ഖുർആനിലുണ്ട്. എവിടെയെങ്കിലും ഒരിടത്ത് നബി വിളിച്ചു തരണം എന്ന് പറഞ്ഞത് എവിടെയുമില്ല. സഹോദരങ്ങളെ, നബി അനുസരിക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ബഹുമാനിക്കാനാണ് ഖുർആനിലുള്ളത്. തേട്ടം അല്ലാഹുവിനോട് മാത്രം, ദുആ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മാത്രം. അതിനാണ് അല്ലാഹു നമ്മെ പടച്ചത് തന്നെ. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. അല്ലാഹു നമ്മെ സൃഷ്ടിച്ചത് തന്നെ അവനെ ഇബാദത്ത് ചെയ്യാനാണ്. മുഴുവൻ നബിമാരെയും അല്ലാഹു നിയോഗിച്ചത് ആ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനാണ്. എല്ലാ കിതാബുകളും അല്ലാഹു അവതരിപ്പിച്ചത് അതിനു വേണ്ടിയാണ്. ശിർക്ക് ഒരുവനിൽ സംഭവിച്ചാൽ അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും പൊളിഞ്ഞു പോകും, നരകത്തിൽ അവൻ ശാശ്വതനായി തീരും.